ഈ തൊഴിലുറപ്പിൽ അതിലൊരു അംശം എന്റെ കൊണ്ട് ഏൽപ്പിക്കും. കലാഭവനിയുടെ ഭയങ്കര ആരാധകനാന്നൊക്കെ പറയുന്നത് അല്ലേ? കൂടുതലും ആരാധന മൂത്ത് മണിയെടുത്തേട്ടന്റെ വീട്ടിൽ പോയി ഞങ്ങളെ കൊണ്ട് വീട്ടിൽ പോയി വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാം. അമ്മ വീട്ടുപണിക്ക് പോകുന്നുണ്ട്, ഞാൻ തൊഴിലുറപ്പിന്. അനിയത്തി ഇടയ്ക്ക് കൊല്ലത്തൊരു കടയിൽ നിൽക്കുമായിരുന്നു. അനിയത്തി കലാഭവനിയുടെ കടുത്ത ആരാധകനായിട്ടുള്ള ലിനുവിനെയാണ്. ലിനു നമ്മുടെ കടക്കാമണ്ണ് സ്വദേശിയാണ്. അപ്പോൾ നമുക്ക് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ ലിനു നോട് ഇതാണ്. അവനെ എന്തുകൊണ്ട് വിശേഷം? പേരെന്തുവായിരുന്നു നിർത്തി? എൻ്റെ പേര് ലിനു. ഇവിടെ സ്ഥലപ്പേര് കടക്കാമ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ കലാഭവനിയുടെയൊക്കെ വലിയ ആരാധകരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നേ? ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനെ നമ്മുടെ എന്താ പറയണ്ട ഉയരാണ്. മണിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മിസ് ചെയ്യുന്ന പറഞ്ഞാൽ നേരിട്ടൊന്ന് കാണാൻ പറ്റാത്ത ഒരു വിഷമമുണ്ടല്ലോ. അതിന്റെ വിഷമം ഞാൻ കഴിഞ്ഞിടയ്ക്ക് തീർന്നു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ പോയപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയൻ രാമകൃഷ്ണൻ ചേട്ടനെ കണ്ടോ? അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ്. ഇപ്പൊ എന്തോ ചെയ്യുന്നേ? ഞാനിപ്പം തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ നടക്കും. തൊഴിലുറപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 28 വയസ്സ്. കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇത് എന്തോ പറ്റിയാണ് കയ്യും? 1.5 വയസ്സുള്ളപ്പോ തീക്കകത്ത് വീണത്. എങ്ങനെയാ തീക്കകത്ത്? വീടിന് അപ്പുറത്ത് കുടുംബ വീടിന്റെ അവിടെ കിണറിന് കുഴി എടുത്തതിനകത്ത് പാറയാണ്ട് ശകലെ കുഴിച്ചുള്ളായിരുന്നു. അങ്ങനെ അതിനകത്ത് ആടിന്റെ ചപ്പും ചവറൊക്കെ ഇട്ട് കത്തിച്ച് ഇതിപ്പോ കളിച്ചോണ്ട് പോയ വഴിക്ക് അതിനകത്ത് വീണത്. റീൽസ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞ ഐഡിയ എന്തുവായിരുന്നു? എന്റെ ഐഡിയ കുട്ടൻ 5920 എന്നാണ് ഇൻസ്റ്റയില് ഐഡിയ. കുട്ടൻ 5920. റീൽസ് ഒക്കെ ചെയ്യല്ലേ? ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടിട്ടാണ് ഞാൻ വന്ന ഒരു കലാഭവനിയുടെ കടുത്ത ആരാധകൻ എന്നുള്ള രീതിക്ക് നിന്നെ ഒന്ന് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. പ്രേക്ഷകരെ കാണാൻ പറ്റും. റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലുണ്ട്. കണ്ടു കഴിഞ്ഞാലൊന്ന് ഇതുപോലുള്ള കലാകാരെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതേപോലുള്ളവരെ നമ്മൾ ഉയരങ്ങളിൽ എത്തിക്കുക, ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അപ്പൊ നിന്റെ വീട് ഇതാണോ? എന്റെ വീട് ഇതാണോ ഫ്രണ്ട് വശം? ഫ്രണ്ട് വശം ഇതാണ്. ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ട്. അത് അമ്മയുടെ കുടുംബ വീടാണ്. നോക്കി പറഞ്ഞ വീടില്ല, ഇവിടെ എല്ലാം പുതിയ വീടൊന്നും നല്ല ഇതായിട്ടില്ല അല്ലേ? അപ്പൊ അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇതുപോലുള്ള വീടുകളിൽ ഈ താമസിക്കുന്ന, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ലിനു അല്ലേ, സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം എല്ലാം പൊളിഞ്ഞിരിക്കുമല്ലേ. പഞ്ചായത്തിൽ നിന്ന് വീടൊന്നും കിട്ടിയില്ല? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് ഇപ്പൊ ഒന്നും ആയിട്ടില്ല. ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് മൊത്തത്തിൽ ഇരിക്കും അല്ലേ? വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും അമ്മയും അനിയനും അനിയത്തി. അച്ഛനോ? അച്ഛനില്ല, അച്ഛൻ പറ്റി 6 വർഷം കഴിഞ്ഞു. 6 വർഷം. എന്ത് പറ്റിയതായിരുന്നു? അല്ലാതെ വയ്യാതെ വന്നത്, ചെറിയ ടിവിയുടെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ വീട്ടുപണിക്ക് പോകുന്നുണ്ട്, ഞാൻ തൊഴിലുറപ്പിന്. അനിയത്തി ഇടയ്ക്ക് കൊല്ലത്തൊരു കടയിൽ നിൽക്കുമായിരുന്നു. അനിയത്തിക്കും വയ്യാതെ വന്ന് പിന്നെ വീട്ടിലുണ്ട്. ആൾക്കാരൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ? സഹായമായിട്ടൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അല്ലാതെ ഇപ്പൊ നമുക്കൊരു വീട് ആവശ്യമുണ്ടല്ലേ? ഇത്രയും പേര് കിടക്കുന്ന ഈ വീടിനകത്ത് ഈ വീട്ടില് എത്ര റൂമുണ്ട്? ഒരു റൂം, ഒരു ഹാള്, ഒരു അടുക്കള. ഒരു റൂം, ഒരു ഹാള്, അടുക്കള. ഇതെന്തോ അടുക്കള? ഇത് അടുക്കള ഭാഗം. അടുക്കള ഭാഗം അല്ലേ? ഫുള്ള് മൊത്തം പോയിരിക്കുമല്ലേ? ഇതൊന്നും ചുമ്മാ കട്ടയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കും അല്ലേ? ചുമ്മാ ഇത് മൊത്തം പോയിരിക്കുമായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു ലോൺ എടുത്തിട്ട് പിന്നെ ഈ കമ്പിയൊക്കെ പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഹാള്. ഇത് റൂമാണ്. ഈ റൂമിലാണ് കിടക്കുന്നത്. ലൈറ്റ് ഒക്കെ ഇട്ട്? ലൈറ്റും ഇല്ല. എങ്ങനെ ഇതിനകത്ത് നിങ്ങള് കിടക്കുന്നത്? ചെറിയൊരു വെട്ടം. മൊത്തം ചെറുതായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പത്തികം ഇല്ലാത്ത നമ്മൾ അധികം ഒന്നും ചെയ്ത്. സാമ്പത്തിക പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിനക്ക് എന്തോ പറയാനുള്ളത്? വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കും അല്ലേ? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ 1 രൂപ എങ്കിലും 1 രൂപ കൊടുത്ത് ഇവരെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ ഇവന്റെ നമ്പർ വെക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കലാഭവൻ ചേട്ടന്റെ അടുത്ത ആരാധകനാണ്. റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ? ഈ കയ്യും വെച്ചുകൊണ്ടൊക്കെ എങ്ങനെ ജോലി ചെയ്യും? തൊഴിലുറപ്പത്ത് പോയിട്ട് തൊഴിലുറപ്പിന് ഇപ്പൊ അളവായിട്ട് ഭയങ്കര പൊടി മമ്മട്ടിയൊക്കെ വെച്ച് കളക്കിയൊക്കെ വേണ്ടേ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളക്കും. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കളക്കുമല്ലേ? ബുദ്ധിമുട്ടാവും പരമാവധി അല്ലേ? ഈ ഒരു ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലിനുവിന്റെ അമ്മ വന്നിട്ടുണ്ട്. ഇതാണ് അമ്മ. പേരെന്താ അമ്മ? ഓമന. ഇത് മോനാ അല്ലേ?
മോൻ ഭയങ്കര റീൽസിന്റെ താരമാണല്ലോ. അതിന്റെ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ, ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വന്നതാ. എന്റെ കൂടെ അതിനകത്തോട്ട് ചേർത്ത് വെച്ച് അങ്ങ് എടുക്കുക. പിന്നെ കലാഭവമണിയുടെ ഭയങ്കര ആരാധകനാന്നൊക്കെ പറയുന്നത് അല്ലേ? കൂടുതലും മൂന്ന് മണിയെടുത്തേട്ടന്റെ വീട്ടിൽ പോയി ഞങ്ങളെ കൊണ്ട്. വീട്ടിൽ പോയിട്ട് എന്തോ കണ്ടോ? അനിയനുമായിട്ടൊക്കെ അനിയനായിട്ട് ഫോട്ടോ എടുത്തു. അതായത് മണിച്ചേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. കൊച്ചിലെ മണിച്ചേട്ടനോട് ഭയങ്കര താല്പര്യമായിരുന്നു. നേരത്തോട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? പക്ഷെ മണിച്ചേട്ടന് പാട്ട് പാടാൻ അറിയത്തില്ല, ആക്ടിങ് കാണിക്കുമല്ലേ? കഷ്ടപ്പെടുവോ അല്ലേ? ജോലി ചെയ്യുക. ഞങ്ങള് വിളിച്ചപ്പോ വന്ന ശ്രീശക്തി പണിക്കോ തൊഴിലുറപ്പിനോ ഞങ്ങളുടെ പോയേക്കോ എപ്പോ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ മോനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് സന്തോഷം തന്നെ. എൻ്റെ ഈ മോനിൽ നിന്ന് ഭയങ്കര ഇതാണ്. അവന് തന്നെ ഒരു ദൈവം ഒരു വീതിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു കഷ്ടപ്പെട്ട് എന്ത് കിട്ടിയാലും അതിലൊരു അംശം എൻ്റെ കൊണ്ട് ഏൽപ്പിക്കും. ഈ ഒരു ഇത് വെച്ചിട്ട് മമ്മട്ടി വെച്ചിട്ട് ഞാൻ ചോദിച്ചായിരുന്നു, അത് വെച്ച് ഞാൻ ചെയ്യും, എല്ലാ ജോലിയും ചെയ്യും. ഓക്കെ, ഉയരങ്ങളിൽ എത്തട്ടെ. മനസ്സുണ്ട്, ആരോഗ്യമുണ്ട്. ഇനിയും റീൽസ് ഇടുക, പറ്റുന്നത് ചെയ്യുക കേട്ടോ.